EMS ആണല്ലോ നമ്മളെല്ലാം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ബുദ്ധിജീവിയും. പക്ഷെ അക്കാദമിക് തലത്തിൽ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം പാരമ്പര്യം സഖാവ് EMS-നുണ്ട്. കൃഷ്ണപിള്ളക്കതില്ല. അതേ തലത്തിലുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവികളിൽ ഒരാളായി വേണം ഞാൻ ഈ പ്രക്രിയയെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രക്രിയയെ, ഈ സാമൂഹ്യ മുന്നേറ്റത്തെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ കെൽപ്പ് നേടിയ ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെയും അതോടൊപ്പം നിൽക്കുന്ന കർഷക ജനവിഭാഗത്തെയും സാധാരണ ജനങ്ങളെയും ബുദ്ധിജീവികളെയും ഉൾപ്പെടെ മുന്നോട്ടേക്ക് നയിച്ച കേരളം കണ്ട വിപ്ലവകാരിയായ ബുദ്ധിജീവിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പുതിയ തലത്തിലേക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. രണ്ട്, സാമൂഹ്യ ജീവിതത്തിലെ സർവതല സ്പർശിയായ മനുഷ്യരെയും വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നതിന് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടേക്ക് നയിച്ച കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവി. ഈ രണ്ട് തലങ്ങളിൽ വേണം നമുക്ക് സഖാവ് VS-നെ കാണാൻ. ഇവിടെ പറഞ്ഞു 1923 ജനനം, കഴിഞ്ഞ 2023 100 വർഷം പിന്നിട്ടത്. കഴിഞ്ഞ വർഷം 2025 നമ്മെ വിട്ടുപിരിയും. വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയായിരിക്കുന്ന ഒരു മുതിർന്ന യുവാവായി വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള ഒരു കുടുംബാംഗം എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറുകയാണ്. അങ്ങനെയാണ് ടൈലറായിട്ട് മാറുന്നത് ഗംഗാധരൻ്റെ ഒപ്പം. അതിൻ്റെ തുടർച്ചയിലാണ് കയർ തൊഴിലാളി ആയിട്ട് ഫാക്ടറിയിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും അമരക്കാരനായിട്ട് നിലകൊണ്ട സഖാവ് കൃഷ്ണപിള്ള സഖാവ് VS-നോട് അവിടെ സംഘടന കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടത് എന്നതിൻ്റെ ബാലപാഠമാണ്. അതിൽ നിന്ന് 17 വയസ്സാവുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്, സംസ്ഥാനാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നത് 1939 അവസാനമാണ്. ഏതാണ്ട് ഡിസംബർ ആവാനാണ് സാധ്യത. തീയതി ഇപ്പോഴും വ്യക്തമല്ല. എന്നാലും 1940 ജനുവരി 26 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഡിസംബർ അവസാനമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപം കൊണ്ടത് എന്ന് തന്നെയാണ് അനുമാനം. ഇപ്പോൾ 39 അവസാനം എന്ന് പറഞ്ഞാൽ 40 തുടക്കം. ആ 40 17ാമത്തെ വയസ്സ് മാത്രമുള്ള നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കിയാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവാനാവുക. അന്ന് ഭരണഘടന മാത്രം നോക്കിയിട്ടല്ല, ഭരണഘടനയെല്ലാം പിന്നീട് രൂപപ്പെട്ടു വന്നതാണല്ലോ. 17ാമത്തെ വയസ്സിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണപിള്ള കണ്ടെത്തിയ വളരെ ചെറുപ്പം 17 വയസ്സുള്ള ഒരു കുട്ടിത്വം മാറാത്ത ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ട് മാറുകയാണ് സഖാവ് VS. ആ VS-ന്റെ ജൈത്രയാത്ര ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഒപ്പം നിർത്തി നയിച്ചുകൊണ്ട് നമ്മളെല്ലാം പറയുന്നത് പോലെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ജീവിതം പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ജനങ്ങൾക്ക് സമർപ്പിച്ച് രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരികൾ ഒരാളായി സഖാവ് നമ്മെ വിട്ടുപിരിയുന്ന ചിത്രമാണ് നമ്മൾ ഒരു വർഷം മുമ്പ് കണ്ടത്.
ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒക്കെ അനുഭവങ്ങൾ സ്വാംശീകരിച്ചാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിട്ട് മാറിയത്. സ്വന്തം അനുഭവം തന്നെയാണ്. സംഘടനാ പ്രവർത്തനത്തിനിടയിൽ വസ്ത്രങ്ങളൊക്കെ ധാരാളമായിട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ താൻ ഉപയോഗിച്ച വസ്ത്രം കഴുകി വീണ്ടും അത് ഉണങ്ങുന്നതുവരെ കാത്തിരുന്ന് അത് വീണ്ടും ധരിച്ച് മുമ്പോട്ടേക്ക് പോയ സഖാവ് VS-ന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെല്ലാം സഹനത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുടെ കൃത്യമായ വിവരണങ്ങൾ തന്നെയും വ്യക്തിപരമായിട്ട്. നമുക്കറിയാം, 17-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടർന്നു ഈ ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ ആലപ്പുഴ കുറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാണ് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. 1946 നടന്ന ഐതിഹാസികമായ സമരം. പകരം വെക്കാനില്ലാത്ത ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യം കേവലമായി പാഴായിപ്പോയ ഒന്നല്ല. പലപ്പോഴും പിന്തിരിപ്പന്മാർ പറയുന്നത് പോലെ വാരികുന്തവുമായി ഭരണകൂടവുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് എന്താണ് കാര്യം? ആ നിശ്ചയദാർഢ്യമുണ്ടല്ലോ, ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോയ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കമുണ്ടല്ലോ, അതാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായി നിലകൊണ്ടത്.